ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ 2 വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു മന്ത് സ്പെഷ്യൽ മന്ത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി പർച്ചേസിങ് മോഡ് ഓൺ ആവുന്ന ഒരു മന്തും കൂടി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, എന്തായാലും പർച്ചേസിങ് മോഡിലായിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ ഓൺലൈനായിട്ട് അഫോർഡബിൾ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മന്ത് കൂടുതലായിട്ടും വീഡിയോസ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സീസണിൽ മാത്രം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഫങ്ഷൻസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സസ് ഒന്നുമല്ല ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 2 വീഡിയോസും പെരുന്നാൾ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഈദ് സ്പെഷ്യൽ വീഡിയോ എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മുടെ ഫുൾ കൂത്തി സെറ്റ്, അനാക്ലി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഫുൾ കൂത്തി സെറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. ദെൻ സെക്കൻഡ് വൺ ഒരു ട്രെൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂത്തീസ് ഒന്നും ചൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, പാൻസ് ടോപ്പ് അങ്ങനെയുള്ള ലെവലിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, ഒരു ട്രെൻഡി ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ടോപ്സും പാൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു കോഡ് സെറ്റും ജെം സ്യൂട്ടൊക്കെ കൂടിയിട്ടുള്ളൊരു കളക്ഷനാണ്. ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. അപ്പം മിന്ത്രയിൽ നിന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മിന്ത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് സംശയിക്കണ്ട, നമുക്ക് ആ ഒരു പിക്ചറിൽ കണ്ട സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് പേടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, റിട്ടേൺ അയക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും നമുക്ക് ആ കാര്യങ്ങളൊന്നും ഇപ്പം മെറ്റീരിയൽ വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആവേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് നമ്മൾ സൈസസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോഴാണ്. കാരണം ചില ബ്രാൻഡിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം മീഡിയം സൈസിന് ലാർജ് സൈസിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന ടൈപ്പിൽ ഉള്ള ബ്രാൻഡുകളുണ്ട്. മീൻസ് ഇപ്പോൾ നമ്മളൊരു മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തത്, പക്ഷേ നമ്മൾ ഇടുമ്പോൾ ഒരു ലാർജ് സൈസ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത് ഓരോ ബ്രാൻഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ബ്രാൻഡും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, ചില ബ്രാൻഡിൽ വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഒന്ന് ടെൻഷൻ അടിച്ചാൽ മതി. അപ്പോൾ അതിന് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ ഞാൻ 3 കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മിന്ത്ര ആയതുകൊണ്ട് തന്നെ ഒരു അറൗണ്ട് ഒരു 3000 ഒരു 3000 സംതിങ് 3500 ഈ ഒരു 3 കളക്ഷൻസ് ഞാൻ പർച്ചേസ് ചെയ്ത അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലും ദെൻ നല്ലൊരു എന്താ പറയുക പാറ്റേണോട് കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ നമ്മൾ സംസാരിച്ച് വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. കാണിച്ചിരുന്ന ജെം സ്യൂട്ടാണ് കേട്ടോ. ഒരു ജെം സ്യൂട്ടും 2 കോഡ് സെറ്റ് കളക്ഷനാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ജെം സ്യൂട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ജെം സ്യൂട്ട് ഇതാണ്. നമ്മളിത് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒരു ഗൗൺ സ്റ്റൈൽ ചെയ്തൊരു ഫീലാണ് നമുക്ക് കിട്ടുക കേട്ടോ. എന്തായാലും ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി കളക്ഷൻ. എനിക്ക് ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, എത്രത്തോളം നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ സൈഡിൽ വീഡിയോ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടും കൂടി ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. അതൊരു കംപ്ലീറ്റ് ഒരു പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു പോളിസ്റ്റർ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത്. അതിൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഫുൾ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ദെൻ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു പ്രിന്റാണ്, ഡിസൈൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറോട് കൂടിയിട്ട്, കളർ തീമിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ടും ഈ ഒരു ഡിസൈൻ ഇവർ കൊടുത്തിട്ടുണ്ട്.
ദെൻ നമുക്ക് ബാക്കിലും ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്കിൽ എന്ന് പറയുമ്പോൾ ബാക്കിൽ നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. നോർമലി നമുക്ക് ഫ്രണ്ടിലാണല്ലോ ഇങ്ങനെയുള്ളതൊക്കെ കാണുക, പക്ഷേ ഇതിൽ ബാക്കിലാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ദെൻ ഫ്രണ്ടിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ റൗണ്ട് നെക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ പാഡഡ് ആണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് വലിയ ബോറോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ചില നമ്മുടെ ഗൗണുകളിലൊക്കെ ഈ പാഡ് വെക്കുമ്പോൾ ഒരുമാതിരി വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ കിട്ടാറുണ്ട്. നമുക്ക് കറക്റ്റ് സൈസിലൊന്നും ചിലപ്പോൾ കിടന്നോളണമെന്നില്ല. പക്ഷേ ഇത് എനിക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കളയാവുന്നതാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പിശുക്കുമില്ല മെറ്റീരിയലിനൊന്നും. നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ നല്ല മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ടാണ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ ബാക്കി കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ലൈനായിട്ടാണ് വേറെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കെട്ട് വന്നിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്ക് കെട്ടാം, ബാക്കിലേക്ക് കെട്ടാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഊരിക്കളയുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ജെം സ്യൂട്ട് ആയതുകൊണ്ട് നല്ല ഫ്ലെയർഡോട് കൂടിയിട്ട് ഇവിടെ പ്ലീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയർഡോട് കൂടിയിട്ടുള്ള നല്ലൊരു ജെം സ്യൂട്ടാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ നല്ല ഫ്ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഗൗണൊക്കെ നമ്മൾ ധരിച്ച പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. സ്റ്റൈൽ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ സ്മോൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5.8 ഹൈറ്റുള്ള ആൾക്കാർക്ക് വരെ ഇത് ചൂസ് ചെയ്യാവുന്നതാണ് സ്മോൾ സൈസിൽ കേട്ടോ. അപ്പം മീഡിയം ആകുമ്പോൾ ചെറിയ രീതിയിലൊരു വ്യത്യാസമൊക്കെ വരും. അപ്പോൾ 5.8 ആണ് നിങ്ങളുടെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.1 ആണ്. എനിക്ക് കുറച്ചുകൂടെ ലെങ്ത്ത് കൂടുതലാണ്. പക്ഷേ അത് ഞാൻ ഹീൽസ് ഇടുമ്പോൾ എനിക്ക് കറക്റ്റാണ്. എനിക്ക് എന്താ പറയുക കുറച്ച് ലെങ്ത്തിലൊക്കെ കിടക്കുന്നതാണ് ഇഷ്ടം കുറച്ചുകൂടെ. അപ്പോൾ ഇത് എനിക്ക് ഓക്കെ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലെങ്ത്തിലുള്ള ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ഒരു ഫീൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലെങ്ത്തുള്ള ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോൾ കൂത്തീസ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കൂത്തീസ് ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ മീൻസ് നോർമൽ ലെങ്ത്തുള്ള കൂത്തീസിൽ തന്നെ എനിക്ക് നമ്മുടെ മുട്ടിന് താഴെ കിടക്കണം. അത്യാവശ്യം ലെങ്ത്തോട് കൂടി കിടക്കുന്ന കൂത്തീസ് ചൂസ് ചെയ്യാനാണ് ഇഷ്ടം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ട പോലെ ഇരിക്കണം. ഒരുമാതിരി തടിച്ച ഫീല് കിട്ടും, അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തൊരു ഫീലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്തി ഉള്ള ഡ്രസ്സസൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തൊരു പ്രത്യേകിച്ചിട്ടോ കുറച്ച് ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള പോലെ അധികം തടിയൊന്നും ഇല്ലാത്ത പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അങ്ങനത്തെ ഒരു പ്രകൃതമായ ഫീൽ. നമ്മൾ ഓരോ ഡ്രസ്സസ് ചൂസ് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നെക്കിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി കിടക്കുന്ന നെക്കൊന്നും എനിക്ക് തീരെ ചേരൂല. ഒരു വൃത്തികേടാണ് എൻ്റെ ഫേസിലൊക്കെ ഇരിക്കുക. ഒരുമാതിരി വേറെ തന്നെ ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ നെക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ നെക്കിന് ചേരുന്നത് ഇതുപോലെ വൈഡ് ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഫീൽ ചെയ്യുക. അതുപോലെ നെക്ലേസസ് ഒന്നും ഈ കുടുങ്ങി കിടക്കുന്ന നെക്ലേസസ് ഒന്നും എനിക്ക് പറ്റില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്താ പറയുക ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ നല്ല ലെങ്തിയോട് കൂടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭംഗി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് നമ്മളിരുന്ന ഡ്രസ്സിലും അതുപോലെ തന്നെ നമ്മളിരുന്ന ഓർണമെൻറ്റ്സിലൊക്കെയാണ് നമ്മുടെ ഭംഗി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലെങ്തി ഉള്ള ഡ്രസ്സസാണ് ചൂസ് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ഇത് നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ്. പക്ഷെ എനിക്കിത് ഓക്കെയാണ്. ഹീൽസ് ഇടുമ്പോൾ കറക്റ്റ് പക്കയാണ് കേട്ടോ. ദെൻ ഞാൻ പറഞ്ഞല്ലോ 5.8 വരെയുള്ള ഹൈറ്റുള്ള ആൾക്കാർക്ക് ഈ ഡ്രസ്സ് കറക്റ്റായിരിക്കും. ഞാൻ 5.1 ആണ്. എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. ദെൻ ഇത് നമുക്ക് എടുത്ത് കളയാൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നല്ലൊരു കളക്ഷൻ, നല്ല പ്ലീറ്റോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. ഇനി ബാക്കിലോട്ട് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദെൻ സിബാണ്, ജെം സ്യൂട്ട് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ സിബ് ഊരിയിട്ടാണ് നമ്മൾ എന്താ പറയുക സ്റ്റൈൽ ചെയ്യണത്, ധരിക്കേണ്ടത്. ഈ സിബ് ഊരിയിട്ടാണ് ധരിക്കേണ്ടത്. ദെൻ ഇവിടെ കെട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് വൈഡാണ് നെക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ട് നല്ലതാണ്. എടുത്ത് കളയേണ്ട ആവശ്യം വരില്ല. ഇനിയിപ്പോൾ വേണ്ടാത്ത ആൾക്കാർക്ക് അത് എടുത്ത് കളയാവുന്നതാണ് കേട്ടോ. ചില ആൾക്കാർക്ക് കെട്ടും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. പിന്നെ ബാക്ക് ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. ദെൻ നമുക്ക് സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. എടുത്ത് പറയാനുള്ളത് ഈ ഒരു സ്ലീവാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ ഇടേണ്ടതായിട്ട് വരും. കാരണം ഇത് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നർ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും.
അപ്പോൾ സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീനിലാണ് ഹാങ്ങിങ് കൊടുത്തിട്ടുള്ളത്. ഒരു ഒലീവ് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഹാങ്ങിങ്ങിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ത്രെഡാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്ലീവാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്ലീവ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാഷ്വലായിട്ട് റെഗുലറായിട്ട് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ദെൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ വന്നിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കളർ ഒരു ഗ്രീനാണ്, ഒരു ഡാർക്ക് ഗ്രീനാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഡാർക്ക് ഗ്രീനിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഞാൻ ബ്ലാക്ക് ആണെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിക്ചറിൽ പെട്ടെന്ന് ബ്ലാക്ക് പോലെ തോന്നി. കൈ കിട്ടിയതിന് ശേഷം അത് ബ്ലാക്ക് അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ അല്ല, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഇപ്പം നമുക്ക് ചാണകപ്പച്ച എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു ടൈപ്പ് പച്ചയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു കളറല്ല ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ഉണ്ട്. ബ്ലൂവിൽ ഒരു നേവി ബ്ലൂവിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് കേട്ടോ. പക്ഷേ അതിൻ്റെ സൈസസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇതിൻ്റെ സൈസസ് ആയിരുന്നു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ സ്റ്റൈൽ ചെയ്തപ്പോൾ അടിപൊളിയാണ്. കളറിനിപ്പോൾ ഇതെടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു വിഷമവും കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. സ്റ്റൈൽ ചെയ്തപ്പോൾ ഈ ഒരു കളറിന് ഒരു കുറവുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ ഇതിൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ബ്ലൂ ദെൻ ഗ്രീൻ. ഓക്കെ, ഈ 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. സ്മോൾ ടു XXL വരെയുള്ള സൈസസ് ഇതിൻ്റെ അവൈലബിൾ ആണ്. ഇത് പോളിസ്റ്റർ ഫാബ്രിക് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് വിചാരിക്കുന്നു. ചൂടൊക്കെ എടുക്കും. ഈ ഒരു സീസണിൽ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കോട്ടൺ ഫാബ്രിക് അല്ലല്ലോ. അപ്പോൾ ഒരു പോളിസ്റ്റർ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂട് എടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ദെൻ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മിന്ത്രയിൽ നിന്ന് 1099 കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 1099 ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത്. ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. ഇപ്പം ചെറിയ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല ലൈനിങ്ങോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് കേട്ടോ. ലൈനിങ് ഞാൻ കാണിച്ചു തന്നില്ല എന്ന് തോന്നുന്നു. ഇതാണ് ലൈനിങ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ ഫുള്ള് നല്ല ഒരു പിശുക്കും കാണിക്കേണ്ട ലൈനിങ്ങും നമ്മുടെ ഈ ഒരു മെറ്റീരിയലും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ്. അതും മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. കാരണം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. ഞാനത് പർച്ചേസ് ചെയ്ത ടൈമിൽ ഞാൻ ഓർഡർ കൊടുത്ത് അതിന് ശേഷം ഞാൻ ലിങ്ക് എടുത്ത്, കാരണം ചില ടൈമിലൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് ലിങ്ക് എടുക്കാൻ കിട്ടാറില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ വരണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെ മറ്റൊരു കളറും കൂടി ഉണ്ടെന്ന്, അതും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു XL മറ്റോ ആണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂ എപ്പോൾ വേണമെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ സ്റ്റോക്ക് കാണുന്നുണ്ട്, ഞാൻ ലിങ്കൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ലിങ്ക് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ദെൻ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കോഡ് സെറ്റ് ആണ് കേട്ടോ. പാൻസ് ദെൻ ടോപ്പ്, അങ്ങനെ കോഡ് സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു ഷർട്ട് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഫീലാണ് സംഭവം. ഷർട്ട് എന്ന് പറയാം, ഷർട്ട് തന്നെയാണ്. ദെൻ ഇതിൻ്റെ നെക്ക് ഒരു ചൈനീസ് കോളർ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു നെക്കാണ്. ഇവിടെ വള്ളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് ഒരാവശ്യമില്ല ഇതിൻ്റെ, വെറുതെ ഒരു ഷോ ഓഫിന് കിടന്നോട്ടെ. ഇത് നല്ലൊരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് പിക്ചറിൽ കാണുന്ന സെയിം കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിക്ചറിൽ എങ്ങനെയാണോ നമുക്ക് മെറ്റീരിയൽ ഫീൽ ചെയ്യുന്നത് ആ സെയിം ഫീൽ തന്നെയാണ് നമുക്ക് കയ്യിൽ കിട്ടിയപ്പോഴും ഉള്ളത്. ഒരു പോളി ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതിൽ വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ് ഒന്നും ഇവർ കൊടുത്തിട്ടില്ല. ഒരു ഷർട്ട് ടൈപ്പിലാണ്. ഇവിടെ കോളറൊക്കെ, ഇവിടെ ബട്ടൺസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഷർട്ട് ടൈപ്പിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. സ്ലീവ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഷർട്ടിൻ്റെ സ്ലീവ് അല്ല വന്നിട്ടുള്ളത്, ഫുൾ സ്ലീവ് ആണ്. ഇലാസ്റ്റിക് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഫുൾ സ്ലീവ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വേർത്തായിരിക്കും, അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇത്. കംപ്ലീറ്റ്ലി ഒരു നേവി ബ്ലൂവിൽ
പീച്ചും ഗ്രീനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ നമുക്ക് പാൻസ് വേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള പാൻസ് ആണ്. ദെൻ ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ, ഇലാസ്റ്റിക് ഒന്നുമില്ല. ദെൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ദെൻ ബാക്ക് ഇലാസ്റ്റിക്കും ആണ് കേട്ടോ. ഇത് ഞാൻ മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇത് ഓക്കെ ആണ്. 5.1 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് സൈസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നി. കാരണം സൈസ് വൈസ് ഓക്കെ ആണ്. ഇതിൻ്റെ പാൻസിൻ്റെ ലെങ്ത്ത് അതങ്ങനെ സ്റ്റൈൽ ചെയ്യേണ്ടതാണ് കേട്ടോ. പിക്ചറിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടെ ലെങ്ത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ലെങ്തി ഡ്രസ്സസൊക്കെ ചൂസ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ ആ ഒരു കാൽപാദം മുട്ടുന്നില്ല, കുറച്ച് കയറിയ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. പക്ഷേ ആ ഒരു കുറവാണ് എനിക്ക് ഫീലുള്ളത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ഫ്ലൈയോടോട് കൂടിയിട്ടുള്ള നല്ലൊരു ബോട്ടം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പാൻസ് ആണ് കേട്ടോ. ദെൻ വിത്തൗട്ട് ലൈനിങ് ആണ് എന്ന് വെച്ചിട്ട് നമുക്ക് നേളടിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു പാൻസൊക്കെ ഇട്ടിട്ട് മുകളിൽ നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കളക്ഷനാണ്. ദെൻ സെയിം നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ സെയിം ഡിസൈൻ വർക്ക് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പോക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് റെഗുലറായിട്ട് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. നല്ലൊരു കോഡ് സെറ്റ് കളക്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമുക്ക് അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള 999 999 മിന്ത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 1099 ഒക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഓഫറിലൊക്കെ കിട്ടാം. ഇപ്പോൾ നമുക്ക് പെരുന്നാൾ സീസണൊക്കെ ആണല്ലോ, നോക്കിയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണ്ട, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈസസിൽ ഇപ്പം മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ വരാം. നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും പർച്ചേസ് ചെയ്യാം. നിങ്ങൾ കാണുന്ന പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്, നല്ലൊരു കളക്ഷനാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഇത് മീഡിയം സൈസ് ആണ്. സ്മോൾ ടു XXL വരെയാണ് ഇതിൻ്റെ സൈസസ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമാണ് കേട്ടോ. ദെൻ ഇതിൻ്റെ ഫാബ്രിക് പോളി ജോർജറ്റ് ഫാബ്രിക് ആണ്, പോളിസ്റ്ററിൽ പെട്ടിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ചൂട് എടുക്കാൻ ചാൻസ് ഉള്ള ഫാബ്രിക് തന്നെയാണ് ഞാൻ അത്തവണ കാണിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. കോട്ടൺ ഫാബ്രിക് ആയിട്ട് ഞാൻ ഒന്നും ചൂസ് ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. പക്ഷെ അടിപൊളിയാണ് കളക്ഷൻസ് കേട്ടോ. ദെൻ 999 ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്തായാലും നമ്മുടെ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ സ്റ്റൈൽ ചെയ്ത് നിൽക്കുന്നതൊക്കെ. അപ്പോൾ അടിപൊളി കളക്ഷനാണ്. ഇത് പ്യുവർ ഒരു പോളിസ്റ്റർ ഫാബ്രിക് ആണ്. നേരത്തെ ഞാൻ കാണിച്ചെന്ന ഒരു പോളിസ്റ്ററിനെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളിസ്റ്റർ ഫാബ്രിക്കിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ. ഷർട്ടും പാൻസും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്തോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ഷർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോർമലി നെക്ക് വന്നിട്ടുള്ളത് ഷർട്ട് കോളർ നെക്ക് തന്നെയാണ്. ദെൻ നമുക്ക് ബട്ടൺസോട് കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ, നല്ല ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു ക്രീം, നേവി ബ്ലൂ, ഡാർക്ക് ഗ്രീൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡും പിങ്കും ഒക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പാൻസും സെയിം ആണ് കേട്ടോ. ദെൻ സ്ലീവ് വന്നിട്ടുള്ളതും ഷർട്ടിൻ്റെ സെയിം സ്ലീവ് തന്നെയാണ്, ഫുൾ ലെങ്ത് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് കേട്ടോ. അപ്പോൾ നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ പറയുക, വിത്തൗട്ട് ലൈനിങ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. പാൻസിൽ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ പാൻസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്, സെയിം തീം തന്നെയാണ്, സെയിം വർക്ക് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ആണ്. ദെൻ ഇവിടെ സെപ്പറേറ്റ് വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ 2 പോർഷനിലായിട്ടും 2 സൈഡിലായിട്ടും നമുക്ക് പോക്കറ്റ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കൂടാതെ നമ്മൾ ഈ ട്രാക്ക് സ്യൂട്ട് പാൻസിലൊക്കെ കാണില്ലേ, ഈ ഒരു പോർഷനിൽ പോക്കറ്റ്സ്
കാണാറുണ്ടല്ലോ ചില പാൻസിലൊക്കെ. അപ്പോൾ അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഫ്ലൈയോടോട് കൂടിയിട്ടുള്ള നല്ലൊരു പാൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ, നല്ലൊരു കളക്ഷനാണ്. ദെൻ ലൈനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ വരെ, ഇവിടെ മുതൽ നമ്മുടെ ഈ ഒരു പോർഷൻ വരെ നമുക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പോർഷൻ വരെ നമുക്ക് ലൈനിങ് ഉള്ളൂ. ഒരു പാൻറ്റീസിൻ്റെ സൈസിലാണ് ഇതിൻ്റെ ഒരു ലൈനിങ് ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ ലാസ്റ്റത്തെ ഒരു കോഡ് സെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 100% പോളിസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെഷീൻ വാഷ് ഒക്കെയാണ്. ദെൻ ഇതിൻ്റെ ലെങ്ത്ത്, ഇതിൻ്റെ സൈസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. നേരത്തെ രണ്ടും ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ബോഡി ഫിറ്റ്, ഇപ്പോൾ എൻ്റെ കറക്റ്റ് സൈസ്, എൻ്റെ ബോഡി ഹഗ്ഗോട് കൂടി കിടക്കുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് സ്മോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കിടക്കുക, നമ്മുടെ ബോഡിയോട് ടച്ച് ചെയ്ത് ഭയങ്കര നമ്മുടെ ഷേപ്പൊക്കെ എടുത്തറിയാൻ പറ്റുന്ന രീതിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറല്ല കേട്ടോ, എങ്കിലും അങ്ങനെ ടൈറ്റോട് കൂടി ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് സൈസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ എൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്മോളാണ്, കറക്റ്റ് ബോഡി ഫിറ്റോട് കൂടി കിടക്കുന്ന ഒരു സൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്യുക. കാരണം എനിക്ക് കുറച്ച് ലൂസിൽ കിടക്കണം, ഓവർ ടൈറ്റിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പം മീഡിയം സൈസിലാണ് ഞാൻ എല്ലാ കളക്ഷൻസും ഞാൻ പർച്ചേസ് ചെയ്യുക. ഞാൻ നേരത്തെ ധരിച്ച ഈ ഒരു കളക്ഷൻ ആണെന്നുണ്ടെങ്കിലും മീഡിയം സൈസാണ്. അപ്പോൾ ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ദെൻ ഇതും മീഡിയം സൈസാണ്, ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ സ്മോൾ സൈസാണ് പർച്ചേസ് ചെയ്തത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കളക്ഷൻ. അപ്പോൾ ആൾക്ക് ഞാനൊരു മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തത്. സംഭവം മീഡിയം സൈസ് ആൾക്ക് ഒരു എക്സൽ സൈസ് ഫീലാണ് ഉണ്ടായിരുന്നത്. ദെൻ റിട്ടേൺ അയച്ചു. സൈസ് ഒന്ന് കുറച്ച് ഒരു സ്മോൾ സൈസിൽ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തു. സ്മോൾ സൈസിൽ ഓർഡർ ചെയ്ത് കൊടുത്തപ്പോൾ എക്സസ് സൈസിൽ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു. കാരണം ആൾക്ക് അതൊരു എക്സൽ സൈസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലാർജ് പോലും അല്ല, ഒരു എക്സൽ സൈസാണ് ആൾക്ക് ഫീൽ കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു എക്സസ് സൈസ് നോക്കിയിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തു. എക്സസ് സൈസും ആൾക്ക് ഭയങ്കര ലെങ്ത്തും ഭയങ്കര വെടുത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നിട്ട് ആളത് റിട്ടേൺ അയച്ചു. ഇനി അതിനേക്കാൾ കുറവ് സൈസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് അത് ഓക്കെ ആയില്ല. ആൾ കുറച്ച് മെലിഞ്ഞിട്ടാണ്. അപ്പോൾ സ്മോൾ സൈസ് ഓക്കെ ആവുന്നൊരു പ്രകൃതമാണ്. പക്ഷെ സ്മോൾ സൈസ് പോയിട്ട് എക്സസ് പോലും ആൾക്ക് ഓക്കെ ആവുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നിട്ട് എനിക്ക് ഇത് ഓൾറെഡി ഓർഡർ ചെയ്ത ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ മീഡിയം ഒഴിവാക്കിയിട്ട് ഞാൻ സ്മോളാണ് ഞാൻ ഇതിൻ്റെ ഓർഡർ ചെയ്തത്. കറക്റ്റ് ഞാൻ മീഡിയം സൈസ് ഇടുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് ഇത് കേട്ടോ. ഈ സ്മോൾ സൈസാണ് ഞാൻ പർച്ചേസ് ചെയ്തെങ്കിലും ഒരു മീഡിയം സൈസിൻ്റെ ഫീലാണ് ഇതിന് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കളക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ഫിറ്റോട് കൂടിയിട്ടുള്ള സൈസ് ഏതാണോ അത് നോക്കിയിട്ട് എടുത്താൽ മതി. മറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസിൽ നമ്മൾ ഇടേണ്ടതാണ്. മറ്റൊക്കെ നിങ്ങൾക്ക് ഒരു ബോഡി ഫിറ്റോട് കൂടിയിട്ടുള്ള സൈസ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിനൊരു പൊടിക്ക് കൂടിയ സൈസ് നോക്കിയിട്ട് എടുക്കുക. സ്മോൾ സൈസാണ് നിങ്ങളുടെ ബോഡി ഫിറ്റ് ആയിട്ട് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മീഡിയം സൈസ് എടുക്കുക. ഇതൊക്കെ ദെൻ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ബോഡി ഫിറ്റോട് കൂടി കിടക്കുന്നത് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ തന്നെ എടുത്താൽ മതി. അത് മീഡിയത്തിലേക്കൊന്നും പോകണ്ട. മീഡിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലാർജ് സൈസിൻ്റെ ഫീലാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ഓർഡർ ചെയ്യാം. ഞാൻ സ്മോളാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ സ്റ്റൈൽ ചെയ്ത് ഞാൻ സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, പാൻസിന് നല്ല ലെങ്ത് ഉണ്ട്. ഹീൽസ് ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5.8 സ്മോൾ സൈസിൽ 5.8 ഹൈറ്റുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഹൈറ്റൊക്കെ കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, ലെങ്ത്ത് കുറയ്ക്കാവുന്നതാണ്. അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ 5.8 വരെയുള്ള ഹൈറ്റിൻ ഉള്ള ആൾക്കാർക്ക് ഇത് ഓക്കെ ആണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചിരുന്ന ജെം സ്യൂട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ 5.1 ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. പക്ഷേ ഞാൻ ഹീൽസ് ചൂസ് ചെയ്യുമ്പോൾ എനിക്കത് ഓക്കെയാണ്. എനിക്ക് അത്രയും ലെങ്ത്ത് വേണം. ഓക്കെ, പിന്നെ ഈ വലിച്ചഴിച്ച് നടക്കാൻ താല്പര്യമില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ കുറയ്ക്കാം.
ഇതിൽ കുറവ് സൈസ് കിട്ടില്ല. ഈ ഒരു കളക്ഷനിൽ ഇത് കുറവ് സൈസ് കിട്ടില്ല. പിന്നെ കുറവ് സൈസ് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇതിന് ലെങ്ത് കുറവാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി കളക്ഷനാണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. മെറ്റീരിയൽ വൈസ് ഒന്നും നമുക്ക് സെയിം പിക്ചറിൽ കാണുന്ന സെയിം സാധനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് XXS മുതൽ XXL വരെയാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് XXS, ദെൻ സ്മോള്, XXL, ഇത്രയും സൈസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാം. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ഉള്ള ടൈമിൽ മാക്സിമം വെച്ച് നീട്ടാതെ നിങ്ങൾ സ്പോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും 3 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ ഈ ഒരു കളക്ഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് 1277 1277 ഈ ഒരു കളക്ഷൻ എനിക്ക് മിന്ത്രയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഒരു 1500 ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ ഏതിനാണോ കാണുന്നത് ആ ഒരു പ്രൈസിന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ഇതൊരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഓഫേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല ഓഫറിൽ കിട്ടും, ചിലപ്പോൾ ഓഫർ ഉണ്ടാവില്ല. നല്ല ഓഫറിൽ കിട്ടുന്ന ടൈമിൽ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പോൾ സ്റ്റോക്കുള്ള ടൈമിൽ നിങ്ങൾ വെച്ചിരിക്കാതെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു 3 കളക്ഷൻസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ട്രെൻഡിനൊപ്പം പോകുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണും. ദെൻ ഒരു എത്തനിക് ഫീലൊക്കെ തരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. നല്ലൊരു കളക്ഷനാണ്. നമുക്ക് കാഷ്വലായിട്ടോ റെഗുലർ ആയിട്ടോ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.